'വിലായത്ത് മുത്ത്' കണ്ടു. ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ, അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ ഇതിന് പുൾ ഓഫ് ചെയ്യാൻ പോവാ എന്ന് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സാഡ്ലി ദിസ് വാസ് നോട്ട് വാസ് ഐ ഇന്റൻഡഡ്. ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതും ഇതല്ല. ഒരു ക്ലാസ് പടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവര് പക്ഷെ അതിനെ കൊണ്ടുപോയിട്ട് ഒരു ഒരു മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ ഫ്ലിക്കായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നില്ല ഈ ഒരു പടത്തിനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ഈഗോ ക്ലാഷ് തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു മെയിൽ ഈഗോ എന്ന് നമ്മൾ പറയില്ല. ആ സാധനം നമ്മളിപ്പോ ഈ അയ്യപ്പനും കോശിയിലും എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? അതിനൊരു വേറെ വെർഷനാണ് ഈ സിനിമയില്. പക്ഷെ അതെങ്ങനെയാണ് അതിനെ മാസ് പടാണെന്നാണ് നമ്മൾ പറയുക. അതിന് ഒരു ആക്ഷൻ പടാണെന്ന് നമ്മൾ പറയുക. അല്ല. അതിനൊരു പ്രോപ്പർ ക്ലാസ് പടായിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ഒരു കഥയായിരുന്നു ഇതിന്. ഇതിനൊരു ഒരു ഒരു തമിഴ് പടം കാണുന്ന ഒരു ഫീല്. അങ്ങനെ ഭയങ്കര ലേസി ആയിട്ട് വിട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ. ഒരു പ്രോപ്പർ കണക്ഷൻ ഒന്നും എവിടെ നമുക്ക് കിട്ടുന്നില്ല. ഒരുപാട് നല്ല കാസ്റ്റ് വർക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ നോവൽ വായിച്ചപ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സിനെ അതേപടി ഇവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര ഗംഭീര കാസ്റ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഷമ്മി തിലകം മുതൽ പൃഥ്വിരാജും ബാക്കി ഇപ്പൊ ചെമ്പകമായിട്ട് വന്ന ക്യാരക്ടർ, ചെമ്പകത്തിന്റെ മോള് ഇവരൊക്കെ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താണോ നമ്മൾ മനസ്സിൽ കാണുക അവരെന്നെ സെറ്റ് ദെൻ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന കുറേ വിഷ്വൽസും അതേപടി ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് വെറുതെ കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇതിനിങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് വെറുതെ അലമ്പാക്കി അനാവശ്യമായിട്ടുള്ള കുറേ പാട്ട് സീക്വൻസുകളും കുറേ ഫൈറ്റും ഒക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നു. ഒരു ഒരു തരത്തിലും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ യാതൊരു ക്യാരക്ടേഴ്സിനോടും വരുന്നില്ല. ഇപ്പോൾ അതിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീക്വൻസുകളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ആര് ഇവരാര് എന്ത് ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതിൻ്റെ ഒരു സോള് കാണിക്കേണ്ടത് ഇവരുടെ ഈ 2 ക്യാരക്ടേഴ്സും തമ്മിൽ ഒരു ഒരു മാഷും ഒരു കുട്ടിയും എന്ന രീതിയിലാണ് ഈ സിനിമ മുഴുവൻ. അവര് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സ്പോയിലറല്ല. പക്ഷേ ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് തുടങ്ങുന്നത് ഇവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിലാണ്. ഇപ്പൊ ഈ മാഷായിട്ടും ഈ ഒരു മെയിൻ ക്യാരക്ടർ ഡബിൾ മോഹൻ എന്ന ക്യാരക്ടർ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് മുതലാണ് തുടങ്ങുന്നത്. സിനിമയിൽ അത് വെറുതെ ഇങ്ങനെ ഒരു ഗ്ലിംസ് പോലെ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ കൊടുക്കാൻ സിനിമയ്ക്ക് പറ്റുന്നില്ല. അവിടെയൊക്കെയാണ് സിനിമ പാളിപ്പോകുന്നത്. അതായത് നമുക്ക് അറിയണ്ടേ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം. അവർ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ ഇന്റൻസിറ്റിയും ആരുടെങ്കിലും ഒരു പക്ഷത്ത് നമുക്ക് നിൽക്കണം തോന്നുക അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തരുന്നില്ല. ഇതാണ് സിനിമയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അത് റൈറ്റിങ്ങിലെ പ്രശ്നം തന്നെയാണ്. വേണമെങ്കിൽ പറയും ഇപ്പൊ നോവൽ അങ്ങനെ എടുത്ത് സിനിമയായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അതിൽ വലിയ വലിയ കുറേ സീക്വൻസുകളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഇവിടെ അതും 3 മണിക്കൂർ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. 3 മണിക്കൂർ വേണ്ട. ഇതൊരു 2 മണിക്കൂറിലൊക്കെ ചെയ്യേണ്ട സാധനമേ ഉള്ളൂ. ഐ തിങ്ക് ആ നോവലേ 3 മണിക്കൂർ വായിക്കാനുള്ളൂ. ചെറിയ സാധനമാണ്. നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കും 10, 500 പേജുള്ള സാധനം. അതൊന്നല്ല. 100 പേജോ 50 പേജോ അങ്ങനത്തുള്ള ഒരു ചെറിയൊരു കഥ. അതാണ് ഈ സാധനം. വലിയ നോവലൊന്നും അല്ല. ആ ഒരു കുഞ്ഞി കഥേനെ എത്ര നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിന് ഇത്രയും ടൈം എടുത്തിട്ട് അതിലുള്ള മെയിൻ സാധനങ്ങളൊന്നും ഇല്ലാതെ ഇവരിങ്ങനെ വാരി വലിച്ച് വെറുതെ കുറേ സ്കാറ്റേർഡ് ആയിട്ടുള്ള സീക്വൻസുകളെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെയുണ്ട്. അതായത് ഇതിലെ പൃഥ്വിരാജിന്റെ തലയിലിരിക്കുന്ന വിഗ് പോലെ തന്നെ ഒരു ബന്ധവുമില്ലാണ്ട് ഒരു ഒരു സീനിൽ ഒന്ന് കാണും, വേറൊരു സീനിൽ വേറൊന്ന് കാണും എന്ന രീതിയിലാണ് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഷൂട്ടിങ്ങിന് ഡിലേ വന്നതോ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഒരുപക്ഷേ ഒരു ഒരു കണക്ഷൻ ഇല്ലാത്ത, ഒരു ഫ്ലോ ഇല്ലാത്ത പോലെയാണ് സിനിമ മുഴുവനായിട്ട് പോവാ. മുഴച്ചു നിൽക്കുന്ന കുറേ സീക്വൻസുകളും കുറേ സെറ്റ് പീസസൊക്കെ നമുക്ക് അവരെന്തോ ചെയ്തോട്ടെ എന്നുള്ളൊരു ഫീലാണ്. ഒരിടയ്ക്ക് ചിലപ്പോൾ ഡബിൾ മോനും വല്ല കുട്ടീനെ രക്ഷിക്കാൻ പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ മറ്റേ പാറമടയിൽ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ പാറ പൊട്ടിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മരം മുറിക്കാൻ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഭാസ്കരൻ മാഷിന്റെ കൂടെ അടി ഉണ്ടാക്കാൻ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒരു ഫ്ലോയിൽ നടക്കണം. അതങ്ങനെയാണ് അതിൽ നടക്കുന്നത്. പക്ഷേ ഒരു 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 ബന്ധമില്ലാത്ത രീതിയിൽ കാണിച്ചത് കൊണ്ട് ഐ തിങ്ക് ദിസ് ഈസ് ദ വേർസ്റ്റ് അഡാപ്റ്റേഷൻ. ഇതങ്ങനെയല്ല വരണ്ടിയിരുന്നത്. നല്ലൊരു കഥയായിരുന്നു. നല്ലൊരു സോളായിരുന്നു. നല്ല കാസ്റ്റിനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടെക്നിക്കൽ ടീമുണ്ട്. സിനിമ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മളായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും വരാത്ത, കാണുന്ന പ്രേക്ഷകനായിട്ട് ഒരു പ്രോപ്പർ കണക്ഷൻ കിട്ടിയാൽ മാത്രമാണ് സിനിമ അങ്ങനെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കൂ. ഇതൊരു 3 മണിക്കൂർ എന്തിന് കണ്ടു എന്നാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സോ പേഴ്സണലി എനിക്ക് ഈ ഒരു പടം തീരെ പറ്റിയില്ല. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.